അയ്യോ നിങ്ങൾക്ക് ഉറക്കം വന്നില്ല എങ്കിൽ ഉറക്കക്കുളിയെ കഴിക്കൂ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ടുള്ള ദൃശ്യങ്ങളാണ്. മിസ്റ്റർ കനയെ ഒരു പങ്ക പോലെ ഗൊറില്ല ചുറ്റുകയാണ്. വാഴയിലയിട്ട് മാത്രമേ സദ്യ ഒരുക്കൂ. എന്റെ പൊന്നു ഗൊറില്ല എന്നെ വിട്ടയച്ചേക്കൂ. അടികൈ, ഞാൻ നിന്നെ വിടുകയോ? അത് നടക്കുകയില്ല. ആരെങ്കിലും നിന്നെ രക്ഷിക്കാൻ വന്നാൽ അവർക്കും ഈ ഗതി തന്നെയായിരിക്കും. അയ്യോ അയ്യോ. എടാ, സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വാഴപ്പഴം വേണം. കന്ന സാറിനെ ഉടനെ വിട്ടയക്ക്. വേണ്ട, വിടരുത്. വിട്ടാൽ ഞാൻ ബിൽഡിങ്ങിന്റെ താഴെ വീഴും. വിടരുത്. കന്ന സാറിനെ ഒന്നും ചെയ്യരുത്. ഞാൻ നിനക്ക് വാഴപ്പഴം തരാം, വാഴപ്പഴം തരാം. നിങ്ങൾ കണ്ടുവല്ലോ, വാഴപ്പഴത്തിന് വേണ്ടി ഖന്നയുടെ ജീവൻ ആപത്തിലാണ്. നിങ്ങൾ കാണുന്നത് ആകാശത്തിൽ അമ്മാനമാടുന്ന ഖന്ന, അതും ലൈവ്. അവിടെ എന്താ സംഭവിക്കുന്നത്? വാഴപ്പഴം ചോദിക്കുന്നുണ്ട്, പക്ഷെ കഴിക്കുന്നില്ല. അല്ല, നീ ആരാണ്? വാഴപ്പഴം. ദാ നോക്ക്, അത് വാഴപ്പഴം തന്നെയാ. പക്ഷെ നിന്റെ പേരെന്താന്ന് പറ. ഇവൻ എന്തായാലും ആള് മോശമല്ലല്ലോ. സംശയമുണ്ടോ? പേര് ചോദിച്ചപ്പോ പറയാതെ നീ എന്തിനാ അവനെ അടിച്ചത്? എന്റെ പേരാണ് വാഴപ്പഴം. അത് ശരി. അപ്പൊ ഗൊറില്ലയ്ക്ക് വേണ്ടത് ആ വാഴപ്പഴം അല്ല, ഈ വാഴപ്പഴമാണ് വേണ്ടത്. വേഗം വാ, ഇവൻ അതിന്റെ അടുത്തേക്ക് എത്തിക്കാം. വേണ്ടടാ, ഇതിനെ കണ്ട ഗൊറില്ല ശാന്തനാകും. പിന്നെ അതിനെ പിടിച്ച് വീണ്ടും അവർ കൂട്ടിലടയ്ക്കും. നമുക്കിവരെ എങ്ങനെയെങ്കിലും കാട്ടിലെത്തിക്കണം. എങ്ങനെ? എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. എന്റെ പൊന്ന് ഗൊറില്ല കൂട്ടാ, താഴെ ഇടരുത്. താഴെ ഇടല്ലേ, താഴെ ഇടല്ലേ, എന്നെ വിടല്ലേ, താഴെ ഇടല്ലേ. ദാ നോക്ക്, നിന്റെ വാഴപ്പഴം ഞങ്ങളുടെ പക്കലുണ്ട്. വന്നെടുത്തോ. വാഴപ്പഴം, എന്റെ വാഴപ്പഴം, എന്റെ പൊന്നു പോലെ വാഴപ്പഴം. കറി വെക്കണമെങ്കിൽ വേണം ഒരു നല്ല ചട്ടി. അവസാനം എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അടികൈ. എന്റെ പൊന്നു മോനെ, എന്റെ വാഴപ്പഴം നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? യവന്മാരെയൊക്കെ ഞാൻ എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ മാത്രം ധൈര്യമോ? ഹണി സൂക്ഷിച്ച്. രക്ഷിക്കണേ, രക്ഷിക്കണേ. കൊച്ചളിയ, എന്നെ ആരെങ്കിലും രക്ഷിക്കാ. കൊച്ചളിയ കുടുങ്ങി. എടാ നിക്ക, ഞാൻ പറയുന്നത് കേൾക്ക്, പറയുന്നത് കേക്ക്. രക്ഷപ്പെട്ടു. ഇവർ നല്ലവരാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. രക്ഷിക്കാനോ? മനസ്സിലായില്ല. എന്റെ ചേട്ടായി, ഒന്ന് വന്ന് സഹായിക്കാമോ? ഇതിന് വല്ലാത്ത ഭാരം. എടാ, ഇത് ശത്രുക്കളാണ്, ശത്രുക്കൾ. ഓടിക്കോ. അടിക്കാനേ.
ഫോറസ്റ്റുകാരെത്തി, സംശയമുണ്ടോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്യ. എന്റെ സ്ഥലത്തേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? തലയിലെത്ത ഭൂതം ഓടിക്കൂ. ദേ നോക്ക്, ഇവരൊക്കെ നിയമവിരുദ്ധമായ പണി ചെയ്യുന്നവരാ. ഇവിടുന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഇതിനിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം. സംശയമുണ്ടോ? രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. ഈ മാമ്പഴത്തിന് എത്ര രൂപയാ? 1 കിലോ 300 രൂപയാ. ഈ മാമ്പഴം അഴുകി പോയിരിക്കുകയാണല്ലോ. അയ്യോ, ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇന്ന് സൺഡേ അല്ലേ, മാരത്തോൺ റേസ് ആയിരിക്കും. കഴുതേ, മാരത്തോൺ റേസ് ആണെങ്കിൽ ആരും ഇങ്ങനെ പേടിച്ചോടുകയില്ല. സംശയമുണ്ടോ? ഇവർക്ക് എന്താ സംഭവിച്ചത്? ഓടിക്കോ, ഓടിക്കോ. ഓടിക്കണേ. വാഴപ്പഴം എവിടെ? വാഴപ്പഴം എവിടെ? എന്റെ അമ്മച്ചി, ഇത്രയും വലിയ ഗൊറില്ലയോ? ആയ്. ആ. 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 എനിക്ക് വാഴപ്പഴം വേണം. ഗൊറില്ല വീട്ടിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അല്ല, ശബ്ദം വരുന്നത് ടിവി നിന്നാണ്. ഒരുപക്ഷെ അത് ടി വി നിന്നല്ല വരുന്നെങ്കിലോ? ഇത്രയും വലിയ ഗൊറില്ല ആദ്യമായി സിറ്റിക്കകത്ത് വന്നിരിക്കുകയാണ്. ആ ഗൊറില്ല പോലീസിന്റെ ജീപ്പിനെ പോലും നശിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ജനങ്ങളുടെ കാര്യം എന്താകും? അത്യാവശ്യമില്ലെങ്കിൽ ആരും തന്നെ പുറത്തേക്ക് വരരുത്. വലിയ അപകടം പിടിച്ച ഗൊറില്ലയാണ് മാഡം. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. ഒരുപക്ഷെ ആ ഗൊറില്ല നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങാവുന്നതാണ്. മാഡം, മാഡം, എന്ത് പറ്റി കിറ്റി? ഗോറില്ല കന്ന സാറിനെ എടുത്തോണ്ട് ടെറസിന്റെ മുകളിലേക്ക് പോയിരിക്കാണ്. കൊച്ചളിയ, ഗൊറില്ല കന്ന സാറിന്റെ ടെറസിൽ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഉടനെ നമ്മുടെ ടെറസിലേക്ക് എത്തും. തീർന്നു, നമ്മുടെ കഥ തീർന്നു. അതുള്ളത് ഞങ്ങളുടെ ടെറസിലല്ല, മാർക്കറ്റിലുള്ള ഒരു വലിയ ബിൽഡിങ്ങിന്റെ ടെറസിൽ അതിപ്പോ നിൽക്കുന്നത്. അവിടെ ലിഫ്റ്റ് ഉണ്ട്. കന്ന സാറിനോട് പറയേ ആ ലിഫ്റ്റ് വഴി താഴേക്ക് വരാൻ. കഴുതേ, ഗൊറില്ല കന്ന സാറിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? എനിക്കറിയാമായിരുന്നു, കന്ന സാറിന്റെ മുടിഞ്ഞ കവിതകൾ കാരണം അദ്ദേഹം ആപത്തിൽ പെടുന്നു. പ്ലീസ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി കളർപ്പിക്കാം. സംശയമുണ്ടോ? പോകുന്ന വഴിയിലുള്ള ആ ഭൂതമോ? അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന. ഭൂതവും പ്രേതവും ഒന്നുമില്ല. കുതിരക്കാരനെ കാണുന്നില്ല. വണ്ടി ഓടിക്കുന്നവൻ രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഈശ്വരനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയൂ. ഈശ്വരനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല, കുതിരയെ കൊണ്ട് രക്ഷിക്കാൻ കഴിയൂ. എന്റെ കുതിര, ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങൾക്ക് രാജ്പൂരിലേക്ക് പോണം, അവിടേക്ക് കൊണ്ടുപോകാം പ്ലീസ്. നീ പറഞ്ഞത് കുതിരയ്ക്ക് എങ്ങനെ മനസ്സിലാകും? നമുക്ക് അയാളോട് ചോദിക്കാം.
ഞാൻ നിങ്ങളെ സഹായിക്കണോ? അങ്ങേക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടല്ലേ? തല കോട്ടിനകത്താക്കി വെച്ചിരിക്കാണല്ലോ. ഞാൻ വേണമെങ്കിൽ ബട്ടൺ അഴിച്ചു തരാവേ. ഹണി, വാടാ, വേഗം ഇവിടുന്ന് പോകാം. ഇവിടെ ഭയങ്കരമായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. ഹണി, നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണം. നമുക്ക് മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കാം. അല്ല, നീ എന്താ ചെയ്യാ? നമുക്ക് ഇവനെ പൊക്കി മുകളിലേക്ക് കേറ്റാം. എടാ. ഓ, 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 ഓ. എടാ, ഇവന്മാരും മൃഗങ്ങളെ മോഷ്ടിക്കുന്നവരാ. അതുകൊണ്ടാണ് രാത്രിയിൽ ഇവിടെ മൃഗങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത്. ട്രക്ക് ഓടിക്കുന്നത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ. പോപ്പട്ടെ, ആ കുതിരവണ്ടിയിൽ വരുമ്പോ ഞാൻ ഫോറസ്റ്റ് ഓഫീസർ കണ്ടിരുന്നു. അത് ഇവിടുന്ന് അധികം ദൂരമില്ല. നീ വേഗം ഫോറസ്റ്റ് ഓഫീസറിനെ വിവരം അറിയിക്കേ. എടാ, ഒന്ന് വേഗം, നേരം വെളുക്കാറായില്ലേ? ഇങ്ങനെ പോവുകയാണെങ്കില് ഫോറസ്റ്റുകാർ എത്തുന്നതിന് മുൻപ് തന്നെ ഇവർ രക്ഷപ്പെടും. ഞാൻ വേണമെങ്കിൽ പറയാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, ഫോറസ്റ്റ് ഓഫീസർ വരികയാണെന്ന്. എടാ കഴുതേ, ഇവരെന്താ അവരുടെ കൂട്ടുകാരാ? അവര് വരുന്നത് വരെ ഇവരോട് വെയിറ്റ് ചെയ്യാനായിട്ട്. വേഗം നിൽക്കാൻ നിൽക്കണവിടെ. മുടി വളരണമെങ്കിൽ തലയിൽ എണ്ണ തേക്കണം. ആ ക്യാമറ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അടി കൈ. പിടിച്ചോ. പോയി. പിടിച്ചോ. എന്താണത്? സാർ, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? നിർത്ത്. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കുക. ഇയാള് ഞങ്ങളെ പിടിക്കാൻ നോക്കാണ്. കണ്ണ സാറേ, ഡോക്ടർ സാറേ, ഇവർ കുട്ടികളാണ്. ഇവരെ എന്തിനാ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? വീടിനകത്ത് വന്നാണോ ഓടിച്ചിട്ട് കളിക്കുന്നത്? ഞങ്ങൾ ഓടിപ്പിടിച്ച് കളിച്ചൊന്നുമല്ല, ഈ ക്യാമറ കൈക്കലാക്കാൻ നോക്കുകയാണ്. ഒരു തടിയനെ ആവശ്യമില്ലാതെ തല്ലി ഇവരത് ക്യാമറയിലാക്കി. അടി കൈ. എന്തായാലും കൈ അടിക്കും. ഈ ന്യൂസ് ഒന്ന് ടെലികാസ്റ്റ് ആയിക്കോട്ടെ. ന്യൂസോ?
അതെ, നന്ദു ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടുന്ന ദൃശ്യം ഈ ഹണി ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്നെ തല്ലുന്നത് ഷൂട്ട് ചെയ്തിരിക്കുക. അത് ടെലികാസ്റ്റ് ചെയ്യുമെന്നാ പറയുന്നേ. ആ ഞാൻ ന്യൂസ് റിപ്പോർട്ടർ ആണല്ലോ. നോക്ക് ഹണി, ഇങ്ങനെയൊന്നും തമാശ കാണിക്കരുത്. അവരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് അതൊന്നും ശരിയല്ല. ഇതൊന്നും ന്യൂസ് ആക്കാൻ പാടില്ല. ഈ ഹിൽ സ്റ്റേഷനിൽ മാത്രം എന്താ ഇത്രയ്ക്ക് തണുപ്പ്? ആ, ഊ. അതാ പുറത്തേക്ക് പോകാനുള്ള വഴി. ട്രെയിൻ ഒരുപാട് ലേറ്റായി. റിക്ഷയോ അല്ലെങ്കിൽ കുതിരവണ്ടിയോ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഹണി ഒന്ന് സൂക്ഷിച്ച് നടക്ക. ശരി, വരുന്നു. ചേട്ടാ, ആ, രാജ്പൂരിലേക്ക് പോകാമോ? ആ, 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 ആ. എടോ പൂവു അല്ല, രാജ്പൂരിലേക്ക് പോണെന്നാ പറഞ്ഞത്. ഭൂതം. ഭൂതം. എന്താ? അയ്യോ, തലയില്ലാത്ത ഭൂതം വരുന്നു. രക്ഷിക്കണേ, ഇത് സ്റ്റേഷൻ വരെ വന്നിരിക്കുകയാണ്. ആരെങ്കിലും രക്ഷിക്കണേ. ഭൂതം, ഭൂതം, ഓടിക്കോ. ഓടിക്കോ, ഭൂതം, തലയില്ലാത്ത ഭൂതം. എവിടെയാ ഭൂതം? എവിടെയാന്ന് പറ. എവിടെയാ ഭൂതം? എടാ, ഇത് തലയില്ലാത്ത ഭൂതമല്ല. ഇത് ഹണിയാണ്, എന്റെ അളിയൻ. തണുപ്പ് കൂടുതലായതുകൊണ്ട് സ്വെറ്ററിനെ എടുത്ത് തലയിട്ട് മൂടി. എക്സ്ക്യൂസ് മീ. അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. ക്യാമറാമാൻ ജിങ്ങി ജിങ്ങിയോടൊപ്പം ഞാൻ സ്വീറ്റി. അടിച്ചു പൊളിച്ചു തിമിർത്തു. നല്ല സ്വീറ്റ് നെയിം ആണല്ലോ. സംശയമുണ്ടോ? അത് സത്യം തന്നെയാ. അതുകൊണ്ട് എന്റെ പേര് സ്വീറ്റി എന്ന് വെച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ജിങ്കി ജിങ്കിയോടൊപ്പം ഞാൻ സ്വീറ്റി. എന്ത് ചോദ്യമാണെങ്കിലും എന്നോട് ചോദിക്കൂ. ഞാനാണ് ഇവരുടെ എല്ലാം സ്പോക്സ് പേഴ്സൺ. ഞങ്ങൾ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഒരു സർവേ നടത്തുക. ഫിറ്റ്നസ് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഇവർക്കെല്ലാം ഫിറ്റ്നസിന്റെ ട്രെയിനിങ് ഞാനാണ് കൊടുക്കുന്നത്. സംശയമുണ്ടോ? ആ ഹായ് ബ്രോ, ഗുഡ് മോർണിംഗ്. ക്യാമറാമാൻ ജിങ്കി ജിങ്കിയോടൊപ്പം ഞാൻ സ്വീറ്റി. അങ്ങയുടെ പേര്? എല്ലാരും എന്നെ തോത്താറാമെന്നാണ് വിളിക്കുന്നത്. ജിം ട്രെയിനർ. വാവ്, അങ്ങ് ഞങ്ങളുടെ ഇന്റർവ്യൂവിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ്. ശരി, എന്നാ എന്റെ കൂടെ ജിമ്മിലേക്ക് വരൂ. ഞാൻ നിങ്ങൾക്ക് ഗ്രീൻ പച്ചമുളക് ജ്യൂസ് തരാം. വാവ്, ഗ്രീൻ പച്ചമുളകിന്റെ ജ്യൂസ്. ലെറ്റ്സ് ഗോ. വാ, ഇന്നാ പിടിച്ചോ. ഡോക്ടർ സാർ, ഇത് സത്യമാണോ? താങ്കളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഭ്രാന്തൻ പുറത്തു ചാടിയോ? ഇല്ല, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഏത് ഭ്രാന്തൻ നിങ്ങളെ ഭ്രാന്തനാക്കിയിരിക്കുക? ഏത് ഭ്രാന്തനാ നിങ്ങളോട് ഇത് പറഞ്ഞത്? ഞങ്ങളുടെ അടുത്ത് എവിഡൻസ് ഉണ്ട്, സാക്ഷിയുണ്ട്. ആരാ അത്? കർത്ത, എവിഡൻസ് എവിടെ? കർത്ത എല്ലാവരുടെയും സുഹൃത്താ. ആ, അതെല്ലാവർക്കും അറിയാം. എവിഡൻസ്, സാക്ഷി എവിടെയെന്ന്. ഞാനാ സാക്ഷി. ഞാനാ ഇവിടെ നിന്ന് ചാടിയത്. ആ? അത് ഞാൻ ഉടൻ തന്നെ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ രക്ഷപ്പെട്ടു. പോകല്ലേ. ഈ ന്യൂസ് ഉടൻ തന്നെ ടിവിയിൽ വരുന്നതായിരിക്കും. വേണ്ട, ഈ ക്യാമറ തന്നേക്ക് പോരെ. ഗാർഡ്സ് ഉടൻ വരൂ, അവനെ പിടിക്കൂ.
ഒരു സത്യസന്ധനായ റിപ്പോർട്ടറിൽ നിന്നും വാർത്തകൾ മറയ്ക്കുവാൻ കഴിയില്ല. നിന്നെ ഇന്ന് ഞാൻ ഇതാ പൂ പറിക്കുന്ന ഒരു കള്ളൻ. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും പൂ പറിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഹണി നീ എന്താണ് ഈ കാണിക്കുന്നത്? എടാ ആരാതാ? വരൂ, നമുക്ക് പൂവിന്റെ ഉടമസ്ഥരോട് തന്നെ ചോദിക്കാം. പൂ പറിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പറയൂ പറയൂ സാർ, മടിക്കാതെ പറയൂ. ഒന്ന് പറയണം സാർ. ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കന്നയുടെ കാര്യം ഇന്നത്തോടെ പോക്ക് തന്നെ. കണ്ടോ നിങ്ങൾ പൂക്കള്ളന്റെ അവസ്ഥ കണ്ടോ? ഇതാണ് പൂക്കള്ളനായ മിസ്റ്റർ ഖന്ന. ഇദ്ദേഹം ഒരു പ്രശസ്ത ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും പൂക്കൾ മോഷ്ടിക്കുന്ന ഇയാൾ ബാങ്കിൽ എത്രമാത്രം മോഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കൂ, ചിന്തിക്കൂ. നിങ്ങൾ തന്നെ നന്നായിട്ട് ചിന്തിച്ചു നോക്കൂ. ഓഹോ, സൈലൻസർ ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ വരും പുക. ഹണി എന്തിനാണ് നിനക്ക് എന്നോട് ഇത്രയും പക? ഈ ന്യൂസ് ടിവിയിൽ വന്നു കഴിഞ്ഞാ പിന്നെ അങ്ങയുടെ കാര്യം തന്നെ പോക്കാം. വേണ്ട ചേട്ടാ, പറയുന്ന കേക്ക് ചേട്ടാ. ബാക്കി തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. ഇപ്പൊ എന്നെ ഒന്ന് വിട്ടേക്ക് സാർ പ്ലീസ്. എന്നെ വിടണം സാർ. ഹണി എന്നെ രക്ഷിക്കടാ. എന്റെ അമ്മോ.